സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഏറ്റവും വലിയ മഹാനായ നേതാവ്, ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമ. ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഖവാത്തിറൊക്കെ വരുമല്ലോ, പല ചിന്തകൾ. ആ ചിന്തകൾ വരുമ്പോൾ അപ്പോൾ ഓർക്കൽ ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമാനെ മനസ്സുകൊണ്ട് ഓർത്താൽ ആ ഖവാത്തിറുകളൊക്കെ അവിടെ ഇല്ലാതെയാകും. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. എല്ലാ ദിവസവും മൂപ്പർക്കൊരു ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ ഇബ്ലീസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ ആ സമയത്ത് ശംസുൽ ഉലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഖവാത്തിറൊന്നും ഉണ്ടാവുകയില്ല. ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യൽ. ബഹുമാനപ്പെട്ടവരെ ഓർക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി നിസ്കാരത്തിൽ കിട്ടും. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ മുസ്ലിയാരുടെ പേരെനിക്കറിയില്ല, പേരറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതുവരെ പഠിപ്പിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കും? അയാളുടെ അവസ്ഥ പോട്ടെ. ഇതുപോലെ പറയുന്ന ആളുകൾ കൂടുതലും അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, വിളിച്ചു തേടുക, ഇസ്തിഗാസ ചെയ്യുക എന്ന് പറഞ്ഞു നടക്കുന്ന മുസ്ലിയാക്കന്മാർ അഖിലവും അവരുടെ കാര്യത്തിൽ അള്ളാഹുവോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് കാണാറുള്ളത്. അതുപോലെ തന്നെ അവർ പറയാറുണ്ട്, എന്തെങ്കിലും രോഗം വരികയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ മടവൂർ ഷെയ്ഖിനെ വിളിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷെയ്ഖിനെ വിളിച്ചോ എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരൊക്കെ, അത് പറയുവാൻ വേണ്ടി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നവർ പോലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ തെരഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത്. ബായാർ തങ്ങളെപ്പോലെയുള്ള മുസ്ലിയാക്കന്മാർ, തങ്ങന്മാർ, തട്ടിപ്പുകാരാണ് ഇങ്ങോട്ട് വരൂ, രോഗം മാറ്റിത്തരാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അയാളുടെ ചില ശിങ്കിടികളായ മുസ്ലിയാക്കന്മാർ അങ്ങോട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാറുമുണ്ട്. എന്നാൽ അവരുടെ വലിയ ഷേഖന്മാരൊക്കെ പിന്നീട് എത്തപ്പെടുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലുകളിലൊക്കെയാണ്. അത് പോട്ടെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതൊക്കെ അറിഞ്ഞാലും പിന്നെയും ആ വഴിക്കൂടെയൊക്കെ നടക്കും, സ്വാഭാവികം. എന്നാൽ ഈ മുസ്ലിയാർ പറഞ്ഞത് എന്താണ്? നമസ്കരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ശംസുൽ ഉലമനെ ഓർക്കുകയാണ് ചെയ്യാന്ന്. ശംസുൽ ഉലമ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേരളത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയൊരു മനുഷ്യനാണ്. എന്നാൽ മനുഷ്യനെ ഓർക്കുന്നില്ലേ നമസ്കാരത്തിൽ എന്ന് ചോദിക്കും. ഉണ്ട്, ആ മനുഷ്യൻ പുണ്യപ്രവാചകനാണ്. മറ്റു ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന നമ്മള്, തക്ബീർ ചൊല്ലിക്കൊണ്ട് കൈകെട്ടുന്ന നമ്മള് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് സുജൂദിൽ വീഴാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഫാത്തിഹ ഓതുന്നത്, സൂറത്തുകൾ ഓതുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ റുക്കൂ ചെയ്യുന്നത്. ഇതല്ലേ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? എന്നാൽ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്, നമസ്കാരത്തിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശംസുൽ ഉലമനെ ഓർത്തോളി എന്നാ പറയുന്നത്. ശംസുൽ ഉലമ ആരാണ്? നേരത്തെ പറഞ്ഞു കേരളത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ കൊണ്ടെക്കണോ മൗലിയാക്കന്മാരെ? അല്ലേ? നിങ്ങൾ ഈ കൗമിനെ പേപ്പിച്ച് എങ്ങിട്ടാണ് ഈ പോണത്? ഇനി വേറെ മൊയ്ലിയാർ പറയുന്നത് നോക്കൂ നിങ്ങൾ. മരിച്ച് മണ്ണടിഞ്ഞു പോയ മമ്മൂട്ടി മൊയ്ലിയാരെ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് നീച്ചു വന്നിട്ട് സംസാരിച്ചു എന്നാ പറയണത്. അത് ഒരാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ കിതാബ് ഓതി പഠിച്ച ഒരാളാണെങ്കിൽ മനസ്സിലാക്കി എന്താ, ആ പറഞ്ഞ ആള് പച്ച നുണയനാണ്. അത് നുണയാണ് പറഞ്ഞിരിക്കണ എന്നല്ലേ? നിങ്ങൾ കേൾക്ക്. ബാപ്പാന്റെ ഒരു മകളെ എന്റെ നാട്ടിലേക്കാണ് കല്യാണം ചെയ്തിട്ടുണ്ട്. നന്നായി. ആ മകണ്ട് റഹീമാജി. ഞങ്ങൾ ഇടക്കിടക്ക് വല്യപ്പാന്റെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പോകാനായിക്കണ് ഗൾഫ്, വല്യപ്പാന്റെ അടുത്ത് സിയാറത്തിന് പോകണം. അങ്ങനെ കൂടെയാണ് പോവുക. അമ്മൂട്ടല്ലി പാപ്പാന്റെ അടുത്ത് ഇടക്കിടക്ക് സിയാറത്തിന് പോകും. ആ അമ്മൂട്ടല്ലി പാപ്പാന്റെ ഒരു കറാമത്ത് ഈ പേരക്കുട്ടി പറഞ്ഞു. ഷെയ്ഖുന പല കറാമത്തും പറഞ്ഞിട്ടുണ്ട്. അമ്മൂട്ടല്ലി പാപ്പാന്റെ ഒരു കറാമത്ത് എന്താ പറഞ്ഞത്? വല്യപ്പേ അവിടെ വഫാത്തായി പെട്ടെന്നപ്പോ എന്റെ അമ്മക്ക് ഒരു മാനസിക രോഗം ഉണ്ടായി, ഒരു മാറാത്ത മാനസിക രോഗം. അപ്പൊ ഞങ്ങള് മക്കളൊക്കെ ഉണ്ട്, മക്കളൊക്കെ ചെറിയ കുട്ടികളെ, ഞങ്ങൾക്കൊന്നും അറിയില്ല. ആ സമയത്ത് പാപ്പ മരിച്ചപ്പോ ഉമ്മ മനസ്സാകെ പൊട്ടി തകർന്ന് ഉമ്മ എന്ത് ചെയ്തു? രോഗിയായി മാറി. ഒരു ചികിത്സ ചെയ്തിട്ടും മാറിയില്ല. അപ്പൊ ഉമ്മാന്റെ വീടാകുന്ന കൈപ്പറ്റയില് ഉമ്മ അവിടെയാണുള്ളത്. അസുഖമാകുമ്പോ ഒരു ദിവസം അർദ്ധരാത്രി എന്റെ അമ്മ മനസ്സിന്റെ ഈ പ്രയാസം കൊണ്ട് വാതിൽ വല്ല തുറന്ന് പൊയി ചാടി മരിക്കാൻ തീരുമാനമെടുത്തു. പെരക്കാരൊക്കെ അർദ്ധരാത്രി കിടന്നുറങ്ങുമ്പോ പെരന്റെ ഉള്ളിൽ കിടക്കുന്ന ആള് വാതിൽ തുറന്ന് പുറത്തു പോയാൽ എന്തേക്കാരം കഥ. അങ്ങനെ എന്റെ അമ്മ വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോ
ആദ്യം കൈപ്പറ്റ പള്ളിയിലേക്കണ്ട് പള്ളിക്കാട്ട് കണ്ട് ഇറങ്ങണം. ഇറങ്ങി ചെല്ലുന്നോടത്ത് തന്നെയാണ് മമ്മൂട്ടി പാപ്പാന്റെ ഖബർ. കഥ കണ്ടാണ്. പിന്നെ പള്ളിന്റെ മുറ്റത്ത് കൂടി അതിന്റെ ബാക്കിക്ക് എന്ന് പൊയ്ക്ക് ചാടണം. അങ്ങനെയാണ് പൊയ്ക്ക് എത്തുക. അങ്ങനെ പൊയ് ചാടാൻ വേണ്ടി കൂരിട്ടുള്ള രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്റെ അമ്മ പള്ളിക്കാട്ട് കണ്ട് എത്തിയതാണ്. അർദ്ധരാത്രിയിലല്ലേ ഖബറിന്നൊരു വിളിയാണ്. ആരെ? മമ്മൂട്ടി പാപ്പ. ആയിഷ പോ വീട്ടില്. അതാ മമ്മൂട്ടി പാപ്പ. അതാണ്. പൊയ്യിലേക്ക് ഇറങ്ങിച്ചാടാൻ വേണ്ടി ചെന്ന മകളെ വിളിക്കണേ, ആയിഷ പോ വീട്ടിലേക്ക്. ഉടനെ തന്നെ എന്റെ അമ്മക്ക് ഒരു മനസ്സൊക്കൊരു സമാധാനം. നിന്റെ ഒപ്പം മരിച്ചിട്ടില്ല കേട്ടാ, എന്നെ നോക്കുന്നുണ്ട്. അതിനെന്നാണ് വിളിച്ചത്? നിന്റെ വാപ്പ മരിച്ചിട്ടില്ല, എന്നെ നോക്കുന്നുണ്ട്. ആരും അറിയാത്ത രാത്രിയിൽ സ്വകാര്യമായിട്ട് ചെയ്തത് വാപ്പ കണ്ടല്ലോ. ആ സമാധാനമായിട്ട് കടന്നു. സൊക്കടന്നാണ് മാറാൻ തുടങ്ങി. നേരെ പെരയിൽ കണ്ട് തിരിച്ചുപോയി. അതോടുകൂടി ആ അസുഖം തന്നെ സുഖമായി എന്ന് ആ പേരക്കുട്ടി പറഞ്ഞെന്ന സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. എവിടെ എത്തിച്ചത്? എവിടെ ലാസ്റ്റ് കൊണ്ടെത്തിച്ച് റാവിയിലേക്ക് എത്തിയിട്ടുണ്ട്. പേരക്കുട്ടി പറഞ്ഞ ആ സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. പ്രിയമുള്ളവരെ, മമ്മൂട്ടി മൂല്യര് നേരത്തെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ പറഞ്ഞ കഥയിലെ മമ്മൂട്ടി മൂല്യര് വിളിക്കാണ്, ആയിഷ ഇജ്ജ് ഇങ്ങോട്ട് പോരാ, അങ്ങോട്ട് പോണ്ട, ചാടണ്ടെന്ന് പറഞ്ഞൂന്ന്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? മാറാത്ത പിരാന്തുള്ള ആയിഷാത്ത. ആയിഷാത്ത പിരാന്ത് മൂത്തിട്ടാണ് വെള്ളത്തിൽ ചാടാന്, പുഴയിൽ ചാടാനോ കുളത്തിൽ ചാടാനൊക്കെ പോണത്. പുഴയാണ് ആദ്യം കുളം, പിന്നെ പുഴയൊക്കെ ആക്കിയിട്ടുണ്ട്. എന്താവട്ടെ, എന്തായാലും ഉള്ള ചാടി മരിച്ചാൻ പോവുകയാണ്. ഹറാമായ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. വിശ്വാസിയാണെങ്കിൽ ചെയ്യൂല, കാരണം ആത്മഹത്യ ഹറാമാണല്ലോ. അപ്പോൾ മാനസിക വിഭ്രാന്തി കൊണ്ട് ചെയ്യുവാണെങ്കിൽ അപ്പോൾ പോകുമ്പോൾ പള്ളിക്കാട്ട് കൂടി വേണം അങ്ങോട്ട് പോകാനെന്നാ പറഞ്ഞത്. ശരി, അങ്ങനെ പോണ സമയത്ത് മമ്മൂട്ടി മൂലര് വിളിച്ചു. ഇത് വിളിക്കണത് വേറെ ആരും കേട്ടിട്ടില്ല, ആയിഷാത്ത മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നിട്ട് ആയിഷാത്ത പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇവരെ കരഞ്ഞിക്കണ്. ഏത് പേരക്കുട്ടിയാണെങ്കിലും ആയിഷാത്താക്ക് പീരാന്തല്ലേ മൂല്യരെ, അത് വിശ്വസിക്കണോ? എന്നിട്ട് ആയിഷാത്ത പറഞ്ഞത് പേരക്കുട്ടി പറഞ്ഞിട്ട് അത് പാടി നടക്കുകയാണ്. ഈ ആളുകൾക്ക് മുമ്പിൽ നിന്നിട്ട് സ്റ്റേജിമ്മ കയറിയിട്ട് മൈക്കൻ്റെ മുമ്പിൽ നിന്നിട്ട് അങ്ങനെ വിളിച്ചു പറയാ. എന്തേ വിളിച്ചു പറയണത്? മരിച്ച് മണ്ണിൻ്റെ അടിയിൽ പോയ ആള്, ഖബറിൻ്റെ ഉള്ളിൽ പോയ ആള്. എത്ര വലിയ ഷെയ്ഖായിട്ടും കാര്യമില്ല. ഇനി ഇതിന് ഇവർ പറയാൻ പോണ തെളിവെന്താണെന്നറിയോ? ഇങ്ങനെ ഒരു നുണയെന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും തിരുത്തിയാൽ, എൻ്റെ സഹോദരൻ ഈസ വന്നുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് മുന്നിൽ വന്നുകൊണ്ട് സലാം പറയുമ്പോൾ ഞാൻ അതിന് മറുപടി നൽകും എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് ഇവരെടുക്കുക. പൊന്നു മൊയ്ലിയാക്കന്മാരെ, പൊന്നു ജനങ്ങളെ, അവിടെ പോയിട്ട് സലാം പറയുന്ന ആള് അതൊരു റസൂലാണ്. അവിടെ കിടക്കുന്ന ആള് ഒരു റസൂലാണ്. രണ്ടാൾക്കും മുഅ്ജിസത്തുണ്ട്. ഇനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി, അതുകൊണ്ട് മുഅ്ജിസത്തൊക്കെ അവസാനിച്ചു എന്ന് പറയുന്നവരുണ്ടാവുമായിരിക്കാം. ഏതോ ഒരു ഭാഗത്ത് കേട്ടതുമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്ത് ഇന്നും അവശേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭൂലോകത്ത്. നാം ഒക്കെ ദിനവും എടുത്തോതുന്ന പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഒന്നാണ്. അപ്പോൾ റസൂലുള്ള സലാം തിരിച്ചു മടക്കും എന്ന് പറഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ. ഇനി അതല്ല, ഇത്രയും കാലത്തിനിടക്ക് കോടിക്കണക്കിന് ആളുകൾ അവിടെ പോയിട്ട് സലാം പറഞ്ഞു. ഇത് കേൾക്കുന്ന പല ആളുകളും സലാം പറഞ്ഞിട്ടുണ്ടാവും. ഈ പറയുന്ന ഞാൻ പലതവണ സലാം പറഞ്ഞിട്ടുണ്ട്. പുണ്യപ്രവാചകന്റെ ഖബറിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെയും അവിടുന്ന് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. ഈസ ഇബ്നു മറിയം പോകുമ്പോഴല്ലേ കിട്ടുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. അത് മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ട് അത് അവിടെ നിൽക്കട്ടെ. ഈ മമ്മൂട്ടി മൂല്യർക്ക് എന്താണ് നിങ്ങൾ പറയണ കറാമത്തോ? എന്ത് കറാമത്താണിത്? എന്ത് വിലായത്താണിത്? എന്ത് നുണാർച്ചിലാണിത്? ഇതിങ്ങനെ ചോദിക്കുമ്പോൾ പല ആളുകളും ദേഷ്യപ്പെടാറുണ്ട്. മമ്മൂട്ടി മൂല്യർ എന്നല്ല ഒരു സുജായിക്കും ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് വർത്താനം പറയാൻ കഴിയൂല. അപ്പോൾ പറയും മുൻകറുൻ നക്കീറും വന്നിട്ട് ചോദിക്കൂലേ? മുൻകറുൻ നക്കീറും വന്ന് ചോദിക്കും. അപ്പോൾ അതിന് മറുപടിയും പറയും. നിങ്ങൾ മുൻകറുൻ നക്കീറൊന്നും അല്ലല്ലോ, അവിടുന്ന് ഇങ്ങോട്ട് മറുപടി അറിയാം അല്ലേ? ജിബിരിയിൽ ഉണ്ടായിരുന്നു ഇത്ര പണ്ട്, കേട്ടിട്ടില്ലേ? തഖദ്ദം യാ ജിബിരിൽ എന്ന് മറ്റേ ആള് പറഞ്ഞത് ഔലിയക്കാക്ക അല്ലേ? അപ്പോൾ സഹോദരന്മാരെ, ഇത് തമാശയാക്കാൻ വേണ്ടി പറയുന്നതല്ല. പച്ച നുണ ഒരു ഉളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് വിറ്റുകളെ തൊഴിലായി മാറിയിട്ടുണ്ട്. ഈ വിറ്റുകൾക്ക് മുസ്ലിയാർ പണി എന്ന് പറഞ്ഞാൽ നുണ പറച്ചിൽ
കള്ളക്കറാമത്തുകൾ പറഞ്ഞു കൂട്ടുക എന്നുള്ള ആ ഒരവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. സമുദായമേ, നിങ്ങളെ തന്നെ സംരക്ഷിച്ചു കൊള്ളുക. ഇതുപോലെയുള്ള ജാഹിലീങ്ങളെ തൊട്ട് നിങ്ങൾ അള്ളാഹുവോട് കാവലിനെ തേടുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ എല്ലാവരും കരുതിയിട്ടുള്ള ഒരു ഷെയ്ത്താൻ മുഴുവൻ പിശാചുക്കൾ, അതായത് ജിന്നുവർഗത്തിൽപ്പെട്ടവരാണെന്ന അല്ല, മനുഷ്യ പിശാചും ഉണ്ട്, അതുപോലെ തന്നെ ജിന്നു പിശാചും ഉണ്ട്. മനുഷ്യരിൽ ഷെയ്ത്താന്മാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കോളി നിങ്ങൾ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കൂടുതൽ പറയാനൊന്നുമില്ല. ഈ 2 വീഡിയോകളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ ഉള്ളവൻ വിശ്വസിക്കുന്നത്. അള്ളാഹു ഏവർക്കും സത്യമായിട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നാളെ അള്ളാഹുവിൻ്റെ പരമോന്നത കോടതിയിൽ പോയി നിൽക്കുമ്പോൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അകപ്പെട്ട് പോകാതിരിക്കുവാനും അള്ളാഹുവിൻ്റെ തൗഫീക്ക് നമുക്കുണ്ടാവട്ടെ. അതിനുവേണ്ടി നാം പ്രയത്നിക്കുക കൂടി വേണം എന്നുള്ളതാണ് ഈ ഉള്ളവന് പറയാനുള്ളത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.